നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെക്കുന്ന വെടിയെല്ലാം സ്വന്തം മൂട്ടിൽ കൊള്ളുന്ന അവസ്ഥ, അതാണ് CPM-ന് അധികാരം നഷ്ടപ്പെട്ടതോടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ പോയ പ്രതാപമൊക്കെ തിരിച്ചു പിടിക്കാൻ പിണറായി വിജയൻ PR ടീമിനെ ഇറക്കി നല്ല നീക്കം നടത്തുന്നുമുണ്ട്. അതായത് വെള്ളപൂശൽ തകൃതിയായി നടക്കുന്നുണ്ട്. എന്നാൽ ഇതിനിടയിൽ കൂടി ഞങ്ങൾ കൂടി പിണറായി വിജയനെ വെളുപ്പിച്ചെടുക്കാം എന്ന് പറഞ്ഞ് രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അതായത് മെഴുകലിന്റെ അടങ്കൽ മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്നത് ദേശാഭിമാനിയാണ്. അങ്ങനെ ആവേശം കയറി പിണറായിക്ക് ജയ് വിളിച്ചുകൊണ്ട് ദേശാഭിമാനി പത്രത്തിൽ ഒരു വാർത്ത അങ്ങോട്ട് നെടുനീളത്തിൽ കൊടുത്തു. വിഴിഞ്ഞത്തെക്കുറിച്ചുള്ളതായിരുന്നു. വിഴിഞ്ഞത്തിന്റെ എല്ലാ ക്രെഡിറ്റും പിണറായി വിജയനാണ്. കപ്പിത്താനാണ് അവിടെ കപ്പൽ ഓടിച്ചത്, കപ്പൽ ഇറക്കിയത് എന്നൊക്കെ അങ്ങ് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ തവണയും ദേശാഭിമാനി നെടുനീളത്തിൽ ലേഖനങ്ങൾ എഴുതാറുണ്ട്. എന്നാൽ ഇത്തവണ എഴുതിയ ലേഖനം അത് അടപടലം പിണറായിയുടെ നെഞ്ചത്തിട്ട് കൊള്ളുന്നതായിപ്പോയി. പണി പാളിയതോടെ നിന്ന നിൽപ്പിൽ ലേഖനം പിൻവലിച്ചുകൊണ്ട് ഇപ്പോൾ ദേശാഭിമാനി ഓടിയിരിക്കുകയാണ്. പിണറായി വിജയൻ ദേശാഭിമാനിക്ക് നേരെ കണ്ണുരുട്ടിയിരിക്കുകയാണ്. ദേശാഭിമാനിയെ കൊടുത്ത ലേഖനം ഒന്ന്, പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞ വാക്കുകൾ മറ്റൊന്ന്. ഇത് രണ്ടും കൂടി ഇപ്പോൾ പണി മേടിച്ചു കൂട്ടിയിരിക്കുകയാണ്. അതായത് പിണറായി വിജയൻ സർക്കാരിനെ കടന്നാക്രമിക്കാൻ ചാട്ടുളി പോലെ ചില വാക്കുകൾ അങ്ങോട്ടെടുത്ത് വീശിയപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റായി പോയി ദേശാഭിമാനി കൊടുത്തത്. അത് പിണറായി വിജയന്റെ 10 വർഷക്കാലത്തെ ഭരണത്തിന്റെ ചില ബാക്കി പത്രമായിട്ട് കൊടുത്തതോടുകൂടി തന്നെ പിണറായിക്ക് അക്ഷരാർത്ഥത്തിൽ വായിലെ പിരിവെട്ടി. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, വിഴിഞ്ഞത്തെ വിദേശ നിക്ഷേപം LDF-ന്റെ നേട്ടമാണ് എന്ന് ദേശാഭിമാനിയിൽ നെടുനീളത്തിൽ വാർത്ത വന്നത്. ഇന്ന് പ്രസിദ്ധീകരിച്ച ദേശാഭിമാനിയുടെ 1-ാം പേജിലായിരുന്നു LDF-ന്റെ നേട്ടമായി ഇത് അവകാശപ്പെട്ടത്. LDF സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ വിജയമാണ് ഇതെന്ന് അവർ അവകാശപ്പെടുകയും ചെയ്തു. എന്നാൽ വിദേശ നിക്ഷേപ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ആശങ്ക പ്രകടിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് ആശങ്ക പ്രകടിപ്പിച്ചതിന് പിന്നാലെയായിരുന്നു ദേശാഭിമാനി വെബ്സൈറ്റിൽ നിന്ന് വാർത്ത നീക്കം ചെയ്തത്. അതായത് പിണറായി വിജയൻ ഭരിച്ചിരുന്ന കാലത്ത് വിദേശ നിക്ഷേപം ഇങ്ങ് ഒഴുക്കി എന്നൊക്കെയായിരുന്നു. നിയമസഭയിൽ പിണറായി പറഞ്ഞതാകട്ടെ വിദേശ നിക്ഷേപത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. സർക്കാർ വിദേശ നിക്ഷേപം സ്വീകരിക്കുന്നതിൽ ശ്രദ്ധ പുലർത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ കത്തിക്കയറി ഡയലോഗ് അടിച്ചപ്പോഴാണ് പണി പാളിയെന്ന് മനസ്സിലായതും ദേശാഭിമാനി ആർട്ടിക്കിൾ വലിച്ചു കീറി ഓടിയതും. അദാനി പോർട്സിന് കീഴിലെ അദാനി വിഴിഞ്ഞം പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 49% ഓഹരികൾ യൂറോപ്യൻ ഷിപ്പിംഗ് ഭീമനായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാൻ തീരുമാനമെടുത്തിരുന്നു. ഇക്കാര്യത്തിലായിരുന്നു പ്രതിപക്ഷം നിയമസഭയിൽ ആശങ്ക പ്രകടിപ്പിച്ചത്. ഒറ്റ കമ്പനിയിലേക്ക് എല്ലാം കേന്ദ്രീകരിക്കപ്പെടുന്നതോടെ വികസന സാധ്യതയില്ലാതാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റം നിയമസഭയിൽ ചർച്ചയായിരുന്നു. പ്രതിപക്ഷത്ത് നിന്ന് സേവ്യർ ചിറ്റിലപ്പള്ളിയായിരുന്നു വിഷയം നിയമസഭയിൽ ഉന്നയിച്ചത്. ഇതിന് മറുപടി നൽകുന്നതിനിടെ ഷെയർ കൈമാറാൻ അദാനി ഗ്രൂപ്പ് സർക്കാരിന്റെ അനുമതി തേടിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. സർക്കാരിന്റെ അനുമതിയില്ലാതെ ഷെയർ കൈമാറാൻ കഴിയില്ല. ചില കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ കൂടി അനുമതി വേണം. ഇതുമായി ബന്ധപ്പെട്ട ഫയൽ സർക്കാരിന്റെ മുന്നിൽ വന്നാൽ പരിശോധിക്കും. കരാർ കൈമാറ്റം സംബന്ധിച്ച് സർക്കാരിനെ അറിയിച്ചാലും മതിയാകുമെന്നും VD സതീശൻ നിയമസഭയിൽ പറഞ്ഞു. ഇതിന് പിന്നാലെയായിരുന്നു ഓഹരി കൈമാറ്റത്തിൽ പ്രതിപക്ഷ നേതാവ് ആശങ്ക പ്രകടിപ്പിച്ചത്. വിഴിഞ്ഞത്തെ 2ാം ഘട്ട നിർമ്മാണവുമായി ബന്ധപ്പെട്ട സ്ഥലം ഏറ്റെടുപ്പ് മന്ദഗതിയിലാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. അനുബന്ധ വ്യവസായങ്ങൾക്ക് സ്ഥലം ഏറ്റെടുത്തു കൊടുക്കണം. കേരളത്തെക്കാൾ തയ്യാറെടുപ്പ് തമിഴ്നാട് നടത്തുന്നുണ്ട്. വിഴിഞ്ഞത്തിന്റെ ഗുണഭോക്താവാകാൻ നല്ല രീതിയിലുള്ള ശ്രമം തമിഴ്നാട് നടത്തുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷം സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനം മന്ദഗതിയിലാണ്. ഇങ്ങനെയാണെങ്കിൽ വിഴിഞ്ഞത്ത് ഒരു ഗേറ്റ്വേ മാത്രമായി അവശേഷിക്കും. ഈ സർക്കാർ വന്നതിന് ശേഷം നടപടികൾ വേഗത്തിലാക്കിയെന്നും VD സതീശൻ അവകാശപ്പെട്ടു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരിയിൽ 26% മുകളിൽ വിൽപ്പന നടത്തരുത് എന്നാണ് ഉള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. പഹൽഗാം അടക്കമുള്ള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അതീവ സുരക്ഷയുള്ള സ്ഥലമായാണ് കേന്ദ്ര സർക്കാർ വിഴിഞ്ഞത്തെ കാണുന്നത്. വിഴിഞ്ഞത്തിൽ മൊണോപ്പൊളി വരുന്നത് നല്ലതല്ല. പോർട്ട് കേന്ദ്രീകരിച്ചുള്ള വികസന പ്രവർത്തനങ്ങളെ അത് ബാധിക്കും. എല്ലാ കമ്പനികളുടെയും കപ്പൽ എത്തുന്ന കാര്യത്തിൽ തടസ്സമുണ്ടാകാൻ സാധ്യതയുണ്ട്. MSC എന്ന ഒറ്റ കപ്പൽ കമ്പനിയിലേക്ക് എല്ലാം ചുരുങ്ങാൻ സാധ്യതയുണ്ട്. നമുക്ക് കിട്ടേണ്ട വരുമാനത്തിൽ കുറവുണ്ടാകുമെന്നും പിണറായി വിജയൻ പറഞ്ഞിരുന്നു. എന്നാൽ വിദേശ നിക്ഷേപം കുന്നുകൂടിയത് പിണറായി വിജയന്റെ കാലത്താണ് എന്ന് ദേശാഭിമാനി എഴുതിയതാണ് 8ന്റെ പണിയായത്. പിണറായി വിജയന്റെ കാലത്തെ നിക്ഷേപത്തെക്കുറിച്ചുള്ള സമഗ്രമായ ഒരു അന്വേഷണം വേണം എന്നുള്ള ആവശ്യമൊക്കെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. വിദേശ കമ്പനികളുടെ നിക്ഷേപം സ്വീകരിക്കുന്നതിൽ എന്തൊക്കെ മാതൃക സ്വീകരിച്ചിട്ടുണ്ട്, വഴിവിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അന്വേഷണം വേണമെന്നുള്ള ആവശ്യമാണ് വരുന്നത്. എന്തായാലും വിദേശ നിക്ഷേപത്തിന്റെ പേരിൽ VD സതീശൻ സർക്കാരിനെ ഒന്ന് അടിച്ചിരുത്താൻ പിണറായി പോയപ്പോഴാണ് ദേശാഭിമാനി
വിദേശ നിക്ഷേപം മുഴുവൻ വിഴിഞ്ഞത്തേക്ക് എത്തിയത് പിണറായിയാണ് എന്നൊരൊറ്റ കീച്ചങ്ങ് കീച്ചിയത്. പിന്നാലെ അപകടം മണത്തപ്പോൾ അവർ ആർട്ടിക്കിൾ പിൻവലിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ പിൻവലിച്ചിട്ട് എന്ത് കാര്യം? ഇതപ്പോൾ തന്നെ ചർച്ചയാകുകയും ചെയ്തു. നിയമസഭയിൽ ഈ വിഷയത്തിൽ, അതായത് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ മാതൃകാപരമായ ഒരു സംസാരം, ഒരു ചർച്ചയാണ് നടന്നത്. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ ആശങ്കകളെല്ലാം മുഖ്യമന്ത്രി അത് നോക്കിക്കണ്ട് ചെയ്യും എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. 5 കാര്യങ്ങൾ പരിഗണിച്ച് മാത്രമേ വിഴിഞ്ഞത്ത് എന്ത് നീക്കവും ഉണ്ടാകൂ എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി. ദേശീയ സുരക്ഷ ഉറപ്പാക്കൽ, പൊതുതാൽപര്യം സംരക്ഷിക്കൽ, നല്ല മത്സര സാധ്യത ഉറപ്പാക്കൽ, നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കൽ, ദീർഘവീക്ഷണത്തോടെ വികസനങ്ങൾ നടപ്പാക്കൽ തുടങ്ങി 5 കാര്യങ്ങൾ പരിഗണിക്കുമെന്നാണ് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരിക്കുന്നത്. അതേസമയം MSCക്ക് ഷെയർ കൈമാറുന്നത് സംബന്ധിച്ച് അദാനി ഗ്രൂപ്പ് സർക്കാരിന്റെ അനുമതി തേടും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതിയാണ് തേടുക. സെബിയുടെ അനുമതി കിട്ടിയതിനെ തുടർന്നായിരുന്നു അദാനി ഗ്രൂപ്പിന്റെ നീക്കം. അദാനി ഗ്രൂപ്പിന്റെ ഉപസ്ഥാപനമായ അദാനി പോർട്സിന് കീഴിലെ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 49% ഓഹരികൾ MSCക്ക് കൈമാറുന്നു എന്നായിരുന്നു വാർത്തകൾ. MSC ഗ്രൂപ്പിന്റെ ടെർമിനൽ വിഭാഗമായ ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡിന്റെ ഉപസ്ഥാപനമായ മുൻഡി ലിമിറ്റഡ് ഓഹരികൾ സ്വന്തമാക്കുന്നു എന്നായിരുന്നു പുറത്തുവന്ന വിവരം. ഏകദേശം 13,270 കോടി രൂപയ്ക്ക് ഓഹരികൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ അദാനി ഗ്രൂപ്പും ഇക്കാര്യം വ്യക്തമാക്കിയതായിട്ടായിരുന്നു റിപ്പോർട്ടുകൾ. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ ഇത്തരത്തിൽ പ്രചരിക്കാറുണ്ടെന്നും ഈ വിദേശ നിക്ഷേപ നീക്കത്തെക്കുറിച്ച് സർക്കാരിന് ഇതുവരെ ഔദ്യോഗികമായി വിവരമൊന്നും ലഭിച്ചിട്ടില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞത്. അദാനി ഗ്രൂപ്പും ഷിപ്പിംഗ് കോർപ്പറേഷനുമായി പ്രാഥമിക ചർച്ചകൾ നടന്നിട്ടുണ്ടാകാമെന്നും അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം വാർത്തകൾ പ്രചരിക്കുന്നതെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. തുറമുഖ നിർമ്മാണ കരാർ വ്യവസ്ഥകൾ പ്രകാരം ഓഹരി ഘടനയിൽ നിർണായകമായ മാറ്റം വരുത്തുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ അനുമതി അനിവാര്യമാണ്. വിഴിഞ്ഞം പദ്ധതിയിൽ സർക്കാരിന് വ്യക്തമായ പങ്കാളിത്തമുള്ളതാണെന്നും കരാർ പ്രകാരം 2080 തുറമുഖത്തിന്റെ പൂർണ്ണ അവകാശം സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ടതാണെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. അതിനാൽ തന്നെ ഇത്തരം വൻതോതിലുള്ള നിക്ഷേപങ്ങൾക്കും പങ്കാളിത്തങ്ങൾക്കും സംസ്ഥാന സർക്കാരിന്റെ അനുമതി ആവശ്യമാണ്. അതേസമയം നിലവിലെ ധാരണാപത്ര പ്രകാരമുള്ള ഓഹരി കൈമാറ്റ നടപടിക്രമങ്ങൾ മാത്രമാണ് ഇതെന്ന് അദാനി കമ്പനിയുടെ വിശദീകരണം. ഇതിന്റെ ഭാഗമായി സർക്കാരിന്റെ അനുമതി തേടി അദാനി ഗ്രൂപ്പ് ഔദ്യോഗികമായി കത്ത് നൽകും. ഇന്നോ നാളെയോ തന്നെ സർക്കാരിന് അപേക്ഷ സമർപ്പിക്കാനാണ് കമ്പനിയുടെ തീരുമാനം. കമ്പനി ഔദ്യോഗികമായി അനുമതി തേടി അപേക്ഷ സമർപ്പിക്കുന്ന മുറയ്ക്ക് മാത്രമായിരിക്കും ഇതിൽ സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുക. വിഴിഞ്ഞം പോർട്ട് സിറ്റി പദ്ധതിയും ബജറ്റിൽ പ്രഖ്യാപിച്ച വിഷൻ സമുദ്രയും കേരളത്തിന്റെ 2ാം തലമുറ വികസന സ്വപ്നങ്ങൾക്ക് വലിയ കരുത്തു പകരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞത്തിന്റെ വികസനത്തിനൊപ്പം തന്നെ മലബാറിലെ അഴീക്കൽ, ബേപ്പൂർ തുറമുഖങ്ങളുടെ നവീകരണത്തിനും വികസന പ്രവർത്തനങ്ങൾക്കും സർക്കാർ പ്രഥമ പരിഗണന നൽകുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.